നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഈ സംഭാഷണത്തിൽ അതിഥിയായിട്ടുള്ളത് ശ്രീ രോഹിത് ജയരാജ്. കഴിഞ്ഞ 2024 നടന്ന ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാമിനേഷൻ അഖിലേന്ത്യാ തലത്തിലുള്ള ആ പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ 14ാമത്തെ റാങ്ക് കരസ്ഥമാക്കി ശ്രീ രോഹിത് ജയരാജ്. കേരളത്തിൽ പ്രത്യേകിച്ച് നാം എടുത്തു പറയേണ്ട കാര്യം, കേരളത്തിൽ 1ാമത്തെ റാങ്കുമായി, അതായത് കേരളത്തിൽ നിന്നും ഈ പരീക്ഷയിൽ പങ്കെടുത്ത് വിജയിച്ച ആൾക്കാരിൽ 1ാമനായി എത്തിയ വ്യക്തിയാണ് ശ്രീ രോഹിത് ജയരാജ്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് അദ്ദേഹം സിവിൽ സർവീസസ് എക്സാമിനേഷൻസും ഫോറസ്റ്റ് സർവീസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും ഒക്കെ നടത്തി മുന്നോട്ട് വന്ന നേട്ടം കൈവരിച്ച വ്യക്തിയാണ്. കണ്ണൂരാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹവുമായിട്ട് സംസാരിക്കാനുള്ള ഈ ഒരു അവസരം ഒരു ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രോഹിത്, ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഫോറസ്റ്റ് സർവീസ് എന്ന് പറയുന്ന പ്രത്യേകിച്ചുള്ള ഒരു പരീക്ഷ, പ്രിലിമിനറി എക്സാം രണ്ടിനും കോമൺ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെയിൻസും പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഇതിന് പ്രത്യേകിച്ച് നടത്തപ്പെടുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഫോറസ്റ്റ് സർവീസിൽ താല്പര്യം എങ്ങനെ വന്നു? എന്താണതിൻ്റെ ഒരു ആകർഷണം? പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ ഫോറസ്റ്റ് സർവീസ് പരീക്ഷയിൽ കേന്ദ്രീകരിച്ച് ആ പരീക്ഷയിൽ എഴുതാനും പിന്നെ അത് മറികടക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ പിന്നിലെന്തായിരുന്നു കാര്യം? ഇതിന് രണ്ടിനും സിമിലർ, പ്രിലിംസ് സെയിം ആണ്. പക്ഷെ ആകെ ഡിഫറൻസ് വരുന്നത് ഓപ്ഷനിലായിരുന്നു. ഇതിന് സിവിൽസിന് നമുക്ക് ഒരു ഓപ്ഷനും ഇതിന് 2 ഓപ്ഷനും, പിന്നെ പേപ്പറിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. GK മെയിൻസ് സിലബസ് മോറൽ സെയിം ആണ്, പക്ഷെ എന്നാലും ഒരു പേപ്പറിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഫോറസ്റ്റ് സർവീസ് എഴുതാനുള്ളൊരു ക്വാളിഫിക്കേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. സിവിൽസിൽ യൂഷ്വലി ഒരു ഗ്രാജുവേഷൻ മതിയെങ്കിലും ഫോറസ്റ്റ് സർവീസിൽ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ളൊരു ഗ്രാജുവേഷൻ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഞാൻ അത് എലിജിബിൾ ആയിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇത് സിവിൽസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ രണ്ടും കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഓപ്ഷനിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് ആ സമയത്തേക്ക് ഞാൻ രണ്ടിൻ്റെ ഓപ്ഷൻ സെയിം ആക്കി വെച്ചു. രണ്ടിനും ജിയോളജി വെച്ചു. ആ ഒരു വഴിയായിരുന്നു ഇതിലേക്കൊരു പ്രിപ്പറേഷൻ എനിക്ക് കുറച്ചൊരു ഈസിയർ ആയിട്ട് വന്നിട്ടുണ്ടായത്. ഈ ഫോറസ്റ്റ് സർവീസിലെ ഒരു സാധ്യതകൾ അല്ലെങ്കിൽ ഫോറസ്റ്റ് സർവീസ് കൊണ്ട് എന്താണ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നത്? എന്ത് തരം ഒരു സാറ്റിസ്ഫാക്ഷനാണ്, ജോബ് സാറ്റിസ്ഫാക്ഷനാണ് ഫോറസ്റ്റ് സർവീസ് പ്രത്യേകിച്ച് ഓഫർ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ എന്താണ് അതിൽ പ്രത്യേകത, ഒരു പ്രത്യേകിച്ചുള്ള ഒരു ആകർഷണം എന്തായിരുന്നു? ഓക്കെ, ഫോറസ്റ്റ് സർവീസിൻ്റെ ഒരു ഓവറാക്കിംഗ് ആയിട്ട് നമ്മളൊരു പറയുകയാണെങ്കിൽ ഒരു ഫോറസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പാരറ്റസിലേക്കായിരുന്നു നമ്മുടെ ഇനീഷ്യലി ഇത് പോസ്റ്റിംഗ് ഉണ്ടാവുക. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക കാലത്ത് കാണാൻ പറ്റും. കേരളത്തിൽ തന്നെ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചും അങ്ങനത്തെ ഒരു ഇഷ്യൂസും വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റും ഇങ്ങനത്തെയൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരു ഫോറസ്റ്റ് സർവീസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു എൻവയോൺമെന്റ്, പ്രിസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ദിസ് ആസ് യു സെഡ്, ഈ എന്താണ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. അതിനോടൊപ്പം എനിക്ക് തോന്നുന്നത് ഇതിന് പ്രത്യേക ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ അവിടുത്തെ ജുഡീഷ്യൽ സംവിധാനം പോലും ഈ ഫോറസ്റ്റ് സർവീസ് ആൾക്കാരുടെ അതിൽപ്പെട്ട ആൾക്കാരുടെ കീഴിലാണ് ഈ ഫോറസ്റ്റ് നമ്മുടെ ഏരിയയിലെ ജുഡീഷ്യൽ സംവിധാനം പോലും വരുന്നത്, അല്ലേ? ചെറിയൊരു അളവിൽ വരുന്നുണ്ട്. പിന്നെ കോർട്ട് വഴി വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് പരിസരത്തോ സിവിൽ സർവീസിൽ ജോലി ചെയ്തിരുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ പരിചയത്തിൽ? അല്ലെങ്കിൽ ഫോറസ്റ്റ് സർവീസിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്താണ് ആദ്യമായിട്ടുള്ള ഒരു പ്രചോദനം എന്ന് നമുക്ക് പറയാൻ സാധിക്കുക? ബോത്ത് സിവിൽ സർവീസും ഇതും ട്രൈ ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം മനസ്സിൽ തോന്നാനായിട്ട് എന്തായിരുന്നു ആ ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ നമ്മൾ പറയുമല്ലോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? അടുത്തുള്ള ഏതെങ്കിലും ആൾക്കാരാണോ നമ്മളെ പ്രചോദിപ്പിച്ചത്? ഇന്ന ആൾ ഇവിടെ നിന്ന് നേടി പരിചയമുള്ള അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ ഇതിൻ്റെ പുറകിൽ? ഇല്ല, അങ്ങനെ പരിചയക്കാരൊന്നും ഇനീഷ്യലി ഉണ്ടായിരുന്നില്ല.
ഇനീഷ്യലി സിവിൽസ് തന്നെയായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ ആയിരുന്നൊരു കോളേജ് കഴിഞ്ഞപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിലായിരുന്നു ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷമാണ് ഇങ്ങനെ പ്രിപ്പറേഷൻ അതിലെ കൂടി പോകും, ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു അവന്യൂസ് വേറെ ഉണ്ട്. ഇതേപോലെ തന്നെ സിവിൽസിനെ പോലെ തന്നെ നല്ലൊരു സർവീസ് ഇതിനുണ്ട്, നമുക്ക് രാജ്യത്തിനെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു അവന്യൂസിനെ അറിഞ്ഞു വന്നത് അതിനുശേഷമാണ് ഇതും ഒരു സീരിയസ് ആയിട്ട് കൊടുക്കാൻ തുടങ്ങിയത്. ഇതിൻ്റെ ഒരു ഘടന നമ്മുടെ പ്രിലിമിനറി എക്സാം ഫോറസ്റ്റ് സർവീസിനും സിവിൽ സർവീസസിനും കോമൺ ആണ് അല്ലേ? അതെ. അപ്പൊ അത് 4 തവണയോ മറ്റോ 5 തവണ കടന്നു പ്രിലിമിനറി എക്സാം തന്നെ. നമുക്കറിയാം രാജ്യത്തിലെ എത്രയോ യുവാക്കള് they are trying to clear the prelims first, then the mains and then the personality test or the interview. അപ്പം എന്നോട് വേറെ ചില യുവ സുഹൃത്തുക്കൾ പറഞ്ഞത് 5 തവണ എഴുതിയതില് 4 തവണ 6 തവണ എഴുതിയായിരുന്നു, 5 തവണ പ്രിലിംസ് പാസ്. 6 തവണയിൽ 5 തവണ പ്രിലിംസ് പാസ്സാകാന്ന് വെച്ചാൽ അതിൽ ശരിക്കും പറഞ്ഞാൽ നല്ല പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ ഇത് പരിപാടി കാണുന്ന ആൾക്കാരും യുവാക്കളും കുട്ടികളും ഒക്കെ കാണുമല്ലോ, സ്റ്റുഡൻസും, എന്താണ് ആ ഒരു അനുഭവം പങ്കിടുവാനായിട്ടുള്ളത്? സോ പ്രിലിംസ് നമ്മൾ യൂഷ്വലി കുറച്ച് സെറ്റ് ഓഫ് ബേസിക് ബുക്സ് പറയാറുണ്ട്. അപ്പോൾ അത് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വായിക്കാറുണ്ടായിരുന്നു. അപ്പം സാധാരണ പ്രിലിംസ് വരുന്നൊരു 3 മാസം മുമ്പേ അതിനൊരു 2-3 തവണ റിവൈസ് ചെയ്ത് അത് മനഃപ്പാടമാക്കി വെക്കാറുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ ഞാൻ വേറെ തന്നെ ചെയ്തിരുന്നു വെച്ചാൽ ഞാൻ ടെസ്റ്റ് സീരീസ് ഒരുപാട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ആ ടെസ്റ്റ് സീരീസിൽ എവിടെയൊക്കെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് അത് മാത്രം നോട്ട് ചെയ്ത് വെക്കുക, അത് പിന്നീട് അതിൻ്റെ അകത്ത് പിന്നെയും പോവുക, അതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അൾട്ടിമേറ്റ്ലി ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. കാരണം ആ ഒരു ദിവസം എന്തെങ്കിലും ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഒറ്റ വന്നാൽ തന്നെ, അപ്പം ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ആ ഒരു ഭാഗ്യത്തിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. മനസ്സിലായി. അപ്പം അതായത് പ്രിലിംസിന് വേണ്ടി മാത്രമാണെങ്കിൽ നമ്മൾ ഒരു ദിവസം സാധാരണഗതിയിൽ എത്ര മണിക്കൂറാണ് ഈ പ്രിപ്പറേഷന് വേണ്ടി, എത്ര മാസത്തോളം? സാധാരണഗതിയിൽ ഇപ്പൊ മിക്കവാറും ഐക്യുവിന്റെ ഡിഫറൻസ് ഉണ്ടാവാം. ഇപ്പൊ എന്റെ ഐക്യു അല്ല രോഹിത്തിന്റെ ഐക്യു, അല്ലെങ്കിൽ ഇത് കാണുന്ന ഏതെങ്കിലും കുട്ടികൾ പല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടും കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും ഒരു സാധാരണഗതിയിൽ എത്ര മണിക്കൂറത്തെ പ്രിപ്പറേഷൻ ഓവർ ഹൗ മെനി മന്ത്സ് വുഡ് ബി റിക്വയർഡ് ഫോർ റിയലി ക്ലിയറിംഗ് ദ പ്രിലിംസ്? കാരണം അവിടെ കുറെ അധികം തവണ അപ്പിയർ ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നത് രോഹിത്തിന്റെ അനുഭവം മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 6 to 7 months വേണ്ടി വരുമായിരിക്കാം. ജസ്റ്റ് ഒരു ഓവറാക്കിങ് പറയുന്നത് എൻറ്റയർ സിലബസിലേക്ക് കൂടി പോകാൻ വേണ്ടിയിട്ട്. ബട്ട് ലെറ്റ്സ് ഒരു കുട്ടി ഇപ്പം ഒരു പ്രാവശ്യം ഓൾറെഡി സിലബസിലേക്ക് കൂടി പോയിട്ടുണ്ട്, പിന്നെ അതിന് വേണ്ടി പ്രിലിംസിന് മാത്രം നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു 4 മാസം കൊണ്ട് നമുക്കത് കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അല്ല, ഒരു ദിവസവും ഒരു ദിവസം എത്ര മണിക്കൂർ ഇതിനു വേണ്ടി മാത്രമായിട്ട് നീക്കി വെക്കേണ്ടി വരും താങ്കളുടെ അനുഭവത്തിൽ? ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് അങ്ങനെ പഠിക്കാൻ എനിക്കൊന്നൊരു 8 hours എങ്കിലും കൊടുക്കേണ്ടി വരും, ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ. മനസ്സിലായി. 8 hours പൂർണ്ണമായിട്ടും ഇതിനു വേണ്ടി പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. ശരിയാണ്. കാരണം നേരത്തെ ഇതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കുട്ടികളോടും സ്റ്റുഡൻസിനോടും ഒക്കെ സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരും പറയുന്നത് 7-8 മണിക്കൂർ തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് ഇതിനു വേണ്ടി നീക്കി വെക്കുക, അല്ലെങ്കിൽ ഇതിനു വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് 7-8 മണിക്കൂർ പെർ ഡേ, ആൻഡ് അത് 5-6 മാസം അല്ലെ? അത് പ്രിലിമിനറീസിന് വേണ്ടി മാത്രം. ഇനി മെയിൻസിലേക്ക് വരുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി, ഇതിനു വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് നമുക്ക് മനസ്സിലായി. ഇതിലെന്തെങ്കിലും ഉപായങ്ങൾ അല്ലെങ്കിൽ ഇപ്പം ഓപ്ഷണൽ സബ്ജക്ട്സ് ചൂസ് ചെയ്യുക, അങ്ങനെ ഏതെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ ഉണ്ടോ? ഇന്നത് ചൂസ് ചെയ്താൽ നമുക്കത് കുറച്ചുകൂടി എളുപ്പമാവും മെയിൻസ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. രോഹിത്തിന്റെ ഒരു അനുഭവം ഒന്ന് പറയാമോ? നമ്മൾ മെയിൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ്. കാരണം ഈ ബാക്കി GS1, GS2, GS3, GS4
ഈ 4 സാധനത്തിലും നമ്മളൊരു ലെവൽ ഓഫ് എഫേർട്ട് ഇട്ടാൽ എനിക്ക് തോന്നിയിട്ടുള്ള പേഴ്സണലായി തോന്നിയിട്ടുള്ളത് ഒരു എബവ് ആവറേജ് ഒരു മാർക്സ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പം ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത് മെയിൻലി വരുന്നത് ഓപ്ഷനിലും പിന്നെ എസ്ഐയും എത്തിക്സും ആയിരിക്കാം. അപ്പോൾ ഈ ഓപ്ഷനിൽ തന്നെ അതിൽ നല്ലൊരു സ്കോപ്പ് ഉണ്ട്. അപ്പം അത് ഇനീഷ്യലി സെലക്ട് ചെയ്യുന്നത് കുറച്ചും കൂടി നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം, നമുക്ക് കുറച്ചും കൂടി സ്കോറിങ് ആക്കാൻ പറ്റുന്ന ഒരു ഇൻഡിവിജ്വൽ ടേസ്റ്റിനുള്ളൊരു ഓപ്ഷനിൽ അത് അങ്ങനെ സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ രോഹിത്തിന്റെ കാഴ്ചപ്പാടിൽ, രോഹിത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ബിടെക് എഞ്ചിനീയറിംഗ്, ഏത് ബ്രാഞ്ച് ആയിരുന്നു? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് രോഹിത് ഓപ്ഷണൽസ് എടുത്തത് ജിയോളജി അല്ലേ? ഇനീഷ്യലി സോഷ്യോളജി ആയിരുന്നു, പിന്നീട് ജിയോളജിയിലേക്ക് മാറി. അപ്പൊ സോഷ്യോളജി ജിയോളജി എടുത്തത് കൊണ്ടുള്ള എന്താണ് മെച്ചം? സ്കോറിംഗിന്റെ എബിലിറ്റിയിലോ പഠിക്കാനുള്ള ഒരു എന്താണ് എളുപ്പം എന്നുള്ള രീതിയിലോ എന്തെങ്കിലും മെച്ചം ഈ സബ്ജക്റ്റിനെ കുറിച്ചും നമുക്ക് പറയാൻ പറ്റുമോ? സോഷ്യോളജി ഞാൻ എടുത്തത് ഇനീഷ്യലി കണ്ടപ്പോൾ അതിൻ്റെ സിലബസ് കമ്പാരിറ്റീവ്ലി ഒരു ചെറുതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് നമ്മുടെ GS ഉണ്ട്. നമ്മൾ സാധാരണ ബാക്കിയുള്ള പേപ്പേഴ്സിനുമായിട്ട് ഒരു ചെറിയൊരു താരതമ്യം, അതിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് മറ്റ് സാധാരണ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനെ തോന്നുന്നു. കുറച്ച് അനുബന്ധമായ കുറേ കാര്യങ്ങൾ ജനറൽ സ്റ്റഡീസിലും ഉണ്ടാവും. പക്ഷെ എനിക്ക് ഞാൻ സോഷ്യോളജി ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അതിനൊരു എബവ് ആവറേജ് മാർക്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. മേ ബി ആ ഒരു റൈറ്റിംഗ് സ്കിൽസോ ആ ഒരു സോഷ്യോളജി എന്ന സബ്ജക്റ്റ് എഴുതേണ്ട രീതിയിൽ എഴുതാനുള്ളൊരു അതെനിക്ക് വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരുന്നു പിന്നെ ജിയോളജിയിലേക്ക് മാറിയത്. ജിയോളജി ഒരു ടെക്നിക്കൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് കമ്പാരിറ്റീവ്ലി ഒരു ഈസിയർ ആയിരുന്നു എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഈ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിന്റെ ഒരു പശ്ചാത്തലത്തിലാണോ? മേ ബി അതും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇതിൻ്റെ കുറച്ചൊരു സയന്റിഫിക് ആണ്, കുറച്ചൊരു ഡയറക്റ്റ് ആണ് ആൻസേഴ്സ് ഒക്കെ. അപ്പം ജിയോളജി ഐ വാസ് ഏബിൾ കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കുറച്ചും കൂടി അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. മനസ്സിലായി. അപ്പം എനിക്കിപ്പോൾ മനസ്സിലായത്, അതായത് ജിയോളജി ശരിക്കും സയൻസിന്റെ ഭാഗമായിട്ട്, സോഷ്യോളജി കുറച്ചുകൂടി ആർട്സ്, അപ്പം കുറച്ചുകൂടി വിശദമായിട്ട് എഴുതാനും ഇത് കുറച്ചുകൂടി പ്രിസൈസ് ആയതുകൊണ്ട് ലോജിക്കൽ ആയതുകൊണ്ടും ഈ കുറച്ചുകൂടി സ്വീകാര്യം ആയി തോന്നി എന്നുള്ളതല്ലേ പറയാം. എസ്പെഷ്യലി ഒരു ബിടെക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ, സയൻസ് മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ ജിയോളജി കുറച്ചുകൂടി നല്ലതാണെന്നുള്ള ഒരു ഇത് തോന്നി. ഇനി ഈ ഒരു 4-5 വർഷത്തെ ശരിക്കും പറഞ്ഞാല് ജേണി ആയിരുന്നല്ലോ. കാരണം എല്ലാ വർഷവും ഇത് പരീക്ഷയ്ക്ക് പോകുന്നു, അത്രയും പ്രിപ്പയർ ചെയ്യുന്നു. അപ്പൊ ഇതിൽ മെന്റേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അതായത് സബ്ജക്ട്സ്, അങ്ങനെ മെന്റോർഷിപ്പിനെ കുറിച്ച് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഈ മെന്റർ somebody to look up to, somebody who will correct you, somebody who will guide you. ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? മെന്റർ ഇറ്റ് ക്യാൻ ബി എനിവൺ. അപ്പം ഇനീഷ്യലി വന്ന സമയത്ത് നമുക്ക് ഇവിടെ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, മാത്യു സാറ്, അതുൽ സാർ, അവരൊക്കെ. പക്ഷെ അവർ പോയ വഴിയായതുകൊണ്ട് നമ്മുടെ തെറ്റുകൾ കാണുമ്പോൾ ഓക്കെ ഈ വഴി പോയിട്ട് ചില സബ്ജക്റ്റിനൊക്കെ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തോളും ഇനീഷ്യലി വരുന്ന സമയത്ത്. അപ്പോൾ അവർ പറഞ്ഞുതരും ഓക്കെ ഇത്ര ഇൻവെസ്റ്റ് ചെയ്താലും ഒരു കോസ്റ്റ് ടു ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പം ഈ പ്രിപ്പറേഷനിലേക്ക് കൂടി വരുന്ന സമയത്ത് പിന്നെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ അവർക്കും ഇതേപോലെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഗൈഡൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമുക്ക് ഇപ്പം പണ്ടൊരു നോളേജിൻ്റെ ഒരു ഡെർത്ത് ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. ഇപ്പോൾ ഒരുപാട് ഒരു ആക്സസ് ഉണ്ട്. അപ്പം നമുക്ക് ഏത് സെലക്ട് ചെയ്യണം, ഒരു സാധനത്തിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ കട്ട് ഷോട്ട് ചെയ്യണം, അതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ചില സമയം നമുക്ക് ഒന്ന് ബുദ്ധിമുട്ടിപ്പോവും. ഫോർ ഇൻസ്റ്റൻസ് ഹിസ്റ്ററി ഒക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര വാസ്റ്റാണ്. വേണമെങ്കിൽ നമുക്ക് ഏൻഷ്യൻ ഹിസ്റ്ററി 2-3 ബുക്കോ അല്ലെങ്കിൽ 2-3 ആഴ്ച വരെ പഠിച്ചാലും ഓരോ കിങ്ങിൻ്റെയും അങ്ങനെ പഠിക്കാൻ പറ്റും. പക്ഷെ അൾട്ടിമേറ്റ്ലി അതിനെക്കൊണ്ട് ഔട്ട്പുട്ട് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റൂല. മേ ബി ഉണ്ടാവാം, ബട്ട് ഉണ്ടാവാതിരിക്കാം. അപ്പോൾ അവിടെയാണ് ഈ മെന്റേഴ്സിന്റെ ഒരു സ്വാധീനം വരുന്നത്. അപ്പോൾ അവർക്ക് ഇത് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. എത്ര സമയം
ഏത് ഏരിയക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം, എത്രത്തോളം ഫോക്കസ് നമ്മൾ കൊടുക്കണം. അവിടെ മാത്യൂസ് അദ്ദേഹം ഏതൊക്കെ വിഷയമാണ് നിങ്ങൾക്ക് ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ തന്നിരുന്നത്? ആക്ച്വലി ഓവർ ആർക്കിംഗ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നായിരുന്നു. ഇങ്ങനെ ഇവിടെ ഒരു അതുൽ സാർ എന്ന് പറഞ്ഞിട്ടൊരു സാർ ഉണ്ടായിരുന്നു. ഇവിടെ പറയുമ്പോൾ അമൃത അക്കാഡമിയിൽ ജോയിൻ ചെയ്തത് ഏത് വർഷമായിരുന്നു? അതിന്റെ ഇവിടുത്തെ ഒരു എന്താണ് നമ്മുടെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രീതി, ഇവിടുത്തെ ഓവറോൾ ഒരു അന്തരീക്ഷം, അതിനെ കുറിച്ചൊക്കെ എന്താണ് അനുഭവം ഒന്ന് പറയാമോ? ഞാൻ 2018 ഒരു മിഡ് ആകുമ്പോഴാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ടായത്. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം എനിക്കൊന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. സോ ഇവിടുത്തെ ഒരു ബെനിഫിറ്റ് എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹോസ്റ്റൽ അതൊക്കെ അവർ തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് എന്താ എല്ലാവരും പഠിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ എല്ലാ സമയത്തും ഉണ്ടാവും, വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ലാതെ. അതായത് ഒരു പിയർ ലെവലിലുള്ള ആ പ്രിപ്പറേഷൻ എല്ലാവരും ചെയ്യുന്നു. എല്ലാവരും ഇതേപോലെ കുറച്ച് അധികം സമയം ഇതിനു വേണ്ടി ഫോക്കസ് ചെയ്യുന്നു. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്വാധീനം ചെലുത്തും അല്ലേ? അപ്പൊ ഇവിടുത്തെ ഈ ഡിസിപ്ലിന്റെ കാര്യത്തിലൊക്കെ ഇവര് ഈ അക്കാഡമിയിൽ ഇത്ര മണിക്കൂർ പഠിക്കണം, അങ്ങനത്തെ കർശനമായിട്ടുള്ള ഒരു നിരീക്ഷണം ഒക്കെ ഉള്ള ഇതാണോ, അന്തരീക്ഷമാണോ ഇവിടെ ഉള്ളത്? അൾട്ടിമേറ്റ്ലി അതൊക്കെ എനിക്ക് തോന്നുന്നത് അതൊരു പേഴ്സണൽ ലെവൽ ഓഫ് വ്യക്തിപരമാണ്. പക്ഷെ ഇവർ ആ ഒരു അറ്റ്മോസ്ഫിയർ തരുന്നുണ്ട്, നമുക്കത് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ടിലേക്ക് വരാം. പിന്നെ എനിക്ക് അമൃതയായിട്ടുള്ള വേറൊരു ബെനിഫിറ്റ് തോന്നിയിട്ടുള്ളത്, ഇപ്പം എൻ്റെ ജേണി കുറച്ച് കൊല്ലങ്ങളായി. അപ്പം ഇനീഷ്യലി ഞാൻ 2019 ആ ടൈമിൽ മാത്രമേ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും അതിനുശേഷവും പിന്നീട് എപ്പോഴോ മെയിൻസോ അങ്ങനത്തെ പ്രോഗ്രാംസ് വരുന്ന സമയത്ത് ഞാൻ ഇവിടെ അവരവരെ സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഫോർമലായിട്ട് ഇവിടെ പഠിച്ചിട്ടില്ലാത്ത സമയത്ത് പോലും ഗൈഡൻസും അങ്ങനത്തെ ഒരു ഫ്രീഡം, ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവിടുന്ന് പഠിച്ച രോഹിത്തിന്റെ ബാച്ചില് വേറെ ആരെങ്കിലും ഈ ഫോറസ്റ്റ് സർവീസിൽ ഇതേപോലത്തെ നേട്ടം ഉണ്ടാക്കിയോ നമ്മുടെ ലിസ്റ്റിലുണ്ടോ ഈ വർഷം? ഇല്ല. പക്ഷെ സിവിൽ സർവീസസിൽ മെയിൻസ് കടന്ന് പിന്നെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ആൾക്കാര് വേറെ ഉണ്ടാവണം. ഇനിയിപ്പം ഈ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് തന്നെ നമ്മൾ ചൂസ് ചെയ്ത് ഇത് കണ്ടിന്യൂ ചെയ്യുമോ, അതോ ഇപ്പം ഈ സിവിൽ സർവീസ് ഓപ്ഷൻ ഇനിയും ഉണ്ടല്ലോ, അങ്ങനെ എഴുതുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നത് IPS നേടിയ ഒരു മലയാളി സ്റ്റുഡന്റ് വീട്ടിൽ പറയാതെ സിവിൽ സർവീസ് വീണ്ടും എഴുതി IAS 4-ാമത്തെയോ 5-ാമത്തെയോ റാങ്ക് കിട്ടി. അപ്പം ഇത് അനൗൺസ്മെന്റ് വന്നപ്പോഴാണ് മാതാപിതാക്കളെ പോലും അറിഞ്ഞത്. നമ്മൾ കാണാറുണ്ട്, അതായത് ഇപ്പൊ ഇന്ത്യൻ റവന്യൂ സർവീസ് കിട്ടിയതിന് ശേഷം വീണ്ടും IAS നേടണം അല്ലെങ്കിൽ ഫോറിൻ സർവീസ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ ഇനിയും പരീക്ഷ എഴുതാനായിട്ടുള്ള? അറ്റ് പ്രസന്റ് ഞാനൊരു അടുത്തൊരു എക്സാം എഴുതാൻ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഇപ്പം മനസ്സിലുള്ളത് ഇപ്പം ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യണം, എന്നിട്ട് ജോബിന് ജോയിൻ ചെയ്യുക. ഇപ്പം മനസ്സിൽ അത് മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ, വേറെ എഴുതാനുള്ളൊരു പ്ലാന് വെച്ചിട്ടില്ല. ഈ സിവിൽ സർവീസ് ഒരു എന്താണ് ആസ്പിറേഷൻ, അത് ഇപ്പോ എന്റെ കാഴ്ചപ്പാടില് ഒരു 30 വർഷം മുമ്പ് 35 വർഷം മുമ്പ് കേരളത്തില് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അതേപോലത്തെ സെന്റേഴ്സിലൊന്നും അത്ര ശരിക്കും പോപ്പുലർ ആയിരുന്നില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളില്ലായിരുന്നു. ഇന്നിപ്പം തിരുവനന്തപുരത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ അമൃത അക്കാഡമി അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ഇപ്പം ഇതിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളോട്, എസ്പെഷ്യലി സ്റ്റുഡൻസിനോട്, ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് മാനസികമായിട്ട് എത്ര വയസ്സിൽ ശരിക്കും തുടങ്ങണം എന്നാണ് ഇപ്പൊ തോന്നുന്നത്? അതായത് ഇപ്പൊ ഞാൻ മാധ്യമങ്ങളിലൊക്കെ അഡ്വർടൈസ്മെന്റ് കാണുന്നുണ്ട് 8-ാം ക്ലാസ് 9-ാം ക്ലാസ്, അപ്പൊ തന്നെ തുടങ്ങണോ, അല്ലെങ്കിൽ എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് ഇതിനെ നമുക്ക് സഹായിക്കുക? പത്രം വായന അല്ലെങ്കിൽ ജനറൽ റീഡിങ്, അങ്ങനത്തെ എന്തെങ്കിലും നിരീക്ഷണങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ? എനിക്കൊന്ന് പേപ്പർ റീഡിങ് തന്നെ വുഡ് ബി ഡൂയിങ് ഒരുപാട് നമ്മുടെ മെയിൻസിൻ്റെ ആൻസർ റൈറ്റിംഗ് അങ്ങനത്തെ സംഭവം. സോ ഇനീഷ്യലി ചെറുപ്പം മുതലേ ഒരു നല്ലൊരു ക്വാളിറ്റി പേപ്പർ വായിക്കുക എന്നുണ്ടായിരുന്നെങ്കിൽ, ന്യൂസ് പേപ്പർ റീഡിങ് ഉണ്ടെങ്കിൽ ഒരു നമ്മുടെ രാജ്യത്തിനെ പറ്റിയും കേരളത്തിനെ പറ്റിയും ഉള്ളൊരു ഇൻഫർമേഷൻ,
പൊളിറ്റിക്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ, എൻവയൺമെൻറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ, അതൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളത് മനസ്സിൽ വരുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ഒരു ഫോർമൽ ട്രെയിനിങ് എടുക്കുന്നുണ്ടെങ്കിൽ ഐഡിയലി ഒരു ഡിഗ്രി അത് കഴിഞ്ഞിട്ട് മതി. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ. തീർച്ചയായിട്ടും. അപ്പൊ പറഞ്ഞു വരുന്നത്, അതായത് ഈ ന്യൂസ് പേപ്പർ റീഡിംഗ് എന്നുള്ളത് ഒരു ഹാബിറ്റ് ആക്കി, അല്ലെ? ഒരു ഹാബിറ്റ് ആവണം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ. പിന്നെ പൊതു കാര്യങ്ങളിൽ ജനറലി വാട്ട് എവർ ഇസ് ഹാപ്പനിങ് അറൌണ്ട് അസ്, രാജ്യത്തിലും സംസ്ഥാനത്തും അന്താരാഷ്ട്ര തലത്തിലും ഉള്ള സംഭവ വികാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഫോർമൽ ആയിട്ടുള്ള കാര്യം ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ഡിഗ്രി കഴിഞ്ഞിട്ടല്ലേ? എൻ്റെ ഒരു എന്ന് വെച്ചാൽ ചില സമയം നമ്മളിപ്പം ഡിഗ്രിക്ക് മുമ്പാറ്റം ചെയ്താൽ മേ ബി ആ ഡിഗ്രി ഇതിന് ഹാമ്പർ ആവുമോ അറിയില്ല. സോറി, ഡിഗ്രിക്ക് എന്താ പറയുക, ലെറ്റ്സ് ഇതിനും കുറച്ച് എമൗണ്ട് ഓഫ് ടൈം നമ്മൾ കൊടുക്കേണ്ടി വരും പഠിക്കുന്ന സമയത്ത്. ഇപ്പം ഡിഗ്രിക്ക് നമുക്ക് അത്ര മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു മേ ബി ഒരു ഓൾട്ടർനേറ്റ് കരിയർ ചോയ്സ് നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. ആ ഒരു ഫീലിംഗിലായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത്. അതെ അതെ. അതായത് ഇപ്പോൾ ഡിഗ്രിയോടൊപ്പം തന്നെ വല്ല ഫോർമൽ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം എന്തായാലും സ്വായത്തമാക്കേണ്ടത് അല്ലെങ്കിൽ നേടേണ്ടത് ഒരു ബേസിക് ഡിഗ്രി, അതിൽ നല്ല മാർക്കും അല്ലെങ്കിൽ ഗ്രേഡും മേടിക്കുക. അപ്പൊ അവിടെ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളത് ഓക്കെ, അത് എന്താണ് സ്ഥിരപ്പെടുത്തിയതിനു ശേഷം, അത് കൈവരിച്ചതിന് ശേഷം പിന്നെ ഇതിലോട്ട് കിടക്കുക എന്നുള്ള ഒരു രീതിയാണ് അഭികാമ്യമായിട്ട് തോന്നുന്നത്, അല്ലേ? ഈ എല്ലാ വർഷവും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ എത്ര ലക്ഷം പേര് അല്ലെങ്കിൽ എത്ര കുട്ടികളാണ് അപ്പിയർ ചെയ്യുന്നത്, അവസാനം എത്ര പേരെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഫോറസ്റ്റ് സർവീസിന് മാത്രമായിട്ട് എത്ര കൊടുക്കുന്നത് എനിക്ക് അത്ര വലിയ ഡേറ്റ ഇല്ല. സിവിൽസിന് ഞാൻ കേട്ടത് വെച്ചിട്ട് എനിക്ക് 5 ലക്ഷം പേരായിട്ടും പ്രിലിംസിൽ അപ്ലൈ ചെയ്തത്. സിവിൽ സർവീസ്, ഫോറസ്റ്റ് സർവീസിൽ അവസാനം ഇപ്പൊ സെലക്ട് ലിസ്റ്റില് ഓരോ വർഷം എത്രയാണ്? 100 ആണോ 150 ആണോ? കുറച്ച് കൊല്ലങ്ങളായിട്ട് ഒരു 150 വേക്കൻസീസ് അവർ യൂഷ്വലി കൊടുക്കാറുണ്ട്. എനിക്കൊന്ന് പണ്ടൊക്കെ കുറവായിരുന്നു, ഒരു 50 വേക്കൻസി ഒക്കെ വരാറുള്ളൂ. അപ്പോൾ യൂഷ്വലി ഇപ്പോൾ 150 വരുന്നുണ്ട്. അപ്പം ആ 150-ല് 14ാമത്തെ റാങ്ക് വളരെയധികം അഭിമാനം. അതും കേരളത്തിൽപ്പെട്ട ഒരാള് ഇതിനുവേണ്ടി വളരെ പ്രയാസപ്പെട്ട് തയ്യാറെടുത്തു. കേരളത്തിലെ റാങ്കേഴ്സിന്റെ ഇടയ്ക്ക് യു ആർ നമ്പർ 1, അല്ലെ? സോ വളരെയധികം സന്തോഷം ഇത്രയും സമയം സംസാരിക്കാൻ പറ്റിയതിൽ. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമസ്തേ. Okay, thank you for having me.